അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് അൽഹംദുലില്ലാഹ് എന്ന ഈ സദസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും റാഹത്തല്ലേ? രാവിലെ സ്വബാഹുൽ ഖൈറിലെ ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹ് രാത്രിയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. മനസ്സറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യക്ഷമായി നോക്കുമ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഈ സങ്കടങ്ങൾക്കപ്പുറം എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. എൻ്റെ നാഥൻ എനിക്ക് ഖൈറല്ലാത്തതൊന്നും തരില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ എന്തെൻ്റെ റബ്ബ് തന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് മനസ്സ് നിറഞ്ഞിട്ട് പറയണം, ഒരു പുഞ്ചിരിയോടുകൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവ്. ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വലാത്ത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നിമിഷങ്ങൾ, അവിടുന്ന് നേരിട്ട് നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കുന്ന നിമിഷങ്ങൾ, മുത്ത് നബി തങ്ങൾ ഈ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ നിന്ന്, സ്വബാഹുൽ ഖൈർ എന്ന കൂട്ടായ്മയിൽ നിന്നൊക്കെ സ്വലാത്ത് ഇങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്ന നിമിഷത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരംഭപ്പൂവായ തങ്ങളാൽ ശ്രദ്ധിക്കപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മുത്തുനബി നമ്മെ സ്വീകരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണണം. അവിടത്തേക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സ്വലാത്ത് നമുക്കിന്ന് ചൊല്ലണം. ഈ സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടോ അതൊക്കെ അല്ലാഹ് മാറ്റിത്തരും. ഒരു 11 തവണ നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലണം. എന്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത? നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ വളരെ പെട്ടെന്ന് വീടാൻ ഈ സ്വലാത്ത് കാരണമായി തീരും. നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്, നടക്കണില്ല, എവിടെയെല്ലാം പോയി അല്ലേ, എന്തെല്ലാം ചെയ്തു നോക്കി നടക്കണില്ല. ഈ സ്വലാത്ത് മനസാന്നിധ്യത്തോടുകൂടെ നിങ്ങളൊന്നൊരു 11 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തി നോക്കിക്കേ. പടച്ചിറബ് തട്ടിക്കളയില്ല, അള്ളാഹു തട്ടിക്കളയില്ല. അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷയാണ്. അതെ, അപകടങ്ങളിൽ നിന്ന് രക്ഷ. ഈ സ്വലാത്ത് പതിവാക്കുന്ന ഒരു കുടുംബത്തിന് പെട്ടെന്നുള്ള മരണങ്ങൾ, പെട്ടെന്നുള്ള അപകടങ്ങൾ, പെട്ടെന്ന് ജീവിതത്തിൽ ഒരു അപകടം സംഭവിച്ച് കൈകാലുകൾ നഷ്ടപ്പെടുക, അവയവങ്ങൾ നഷ്ടപ്പെടുക, അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നൊക്കെ കരുണക്കടലായ റബ്ബ് കാവൽ തരുമെന്നത് ഉറപ്പാണ്. ഇനി ഒരു മനുഷ്യൻ എല്ലാ ദിവസവും 11 ഇങ്ങനെ പതിവാക്കി വരുന്നുണ്ടെങ്കിൽ അവൻ്റെ റിസ്ഖിൽ, അവൻ്റെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത ചെയ്യും, അവൻ്റെ സമ്പത്തിൽ അല്ലാഹു വിശാലത ചെയ്യും. ഒരാളുടെ മുമ്പിൽ പോയി അവന് കൈ നീട്ടേണ്ടി വരില്ല കേട്ടോ. നമുക്കിന്നൊരു 11 ചൊല്ലണം. ഈ വെള്ളിയാഴ്ച രാവിലെ മുത്തായ തങ്ങളത് കാണണം, അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ എല്ലാ 5 വഖത്ത് ഫർള് നിസ്കാരത്തിന് ശേഷവും 11 തവണ പതിവാക്കി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവരുടെ വരുമാനം ഒരിക്കലും മുറിയില്ല. വരുമാനം മുറിഞ്ഞിട്ട് മറ്റൊരാളുടെ മുമ്പിൽ പോയി ഇങ്ങനെ മുട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ അവനുണ്ടാവില്ല. അവൻ്റെ വരുമാനത്തിന് അല്ലാഹ് കാവൽ നൽകും. അതുപോലെ ആത്മീയമായ ഉയർച്ച ഈ സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യന് കിട്ടും. ആത്മീയമായി ഉറച്ചു കിട്ടിയുള്ള ഗുണം എന്താ? നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, സമാധാനമാണ് അല്ലേ? ആ സമാധാനം ആസ്വദിക്കാൻ പറ്റും. ഡെയിലി ഒരു 100 ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ എത്ര വലിയ കുടുക്കിൽ നിന്നും അവൻ രക്ഷപ്പെടും. ഇനി നമ്മുടെ മനസ്സിൽ വലിയൊരു മുറാദുണ്ട്, കാത്തു വെച്ച സ്വപ്നം നടക്കൂല എന്ന് ഉറപ്പിച്ചൊരു കാര്യം, അതിനും മരിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞ ചില സ്വപ്നങ്ങളുണ്ടല്ലോ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയാൻ, ഈ സ്വലാത്ത് 4444 ചൊല്ലിയിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അള്ളാഹിനോട് പറഞ്ഞോ, പടച്ച റബ്ബാ ലക്ഷ്യം സാക്ഷാത്കരിച്ചു തരും. സ്വലാത്തുന്നാരിയ എത്ര വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കൽബിലുള്ളതെങ്കിലും 4444 സ്വലാത്ത് നേർച്ചയാക്കി അങ്ങ് ചൊല്ലിക്കോ. അള്ളാഹ് വീടിത്തരും. കടമാണെങ്കിൽ, കല്യാണം നടക്കാനുണ്ടോ അള്ളാഹ് കല്യാണം നടത്തിത്തരും. കേസിൽ പെട്ടുപോയിട്ടുണ്ടോ അള്ളാഹ് നിങ്ങളെ രക്ഷപ്പെടുത്തും. വീട് ജപ്തിയുടെ വഴിയിലാണോ അള്ളാഹു എളുപ്പാക്കി തരും. അതുപോലെ വീടില്ലാത്തവരുണ്ട്, അള്ളാഹ് വീട് തരും. അങ്ങനെ എന്തും അങ്ങനെ തന്നെയാണ് അല്ലേ? അള്ളാഹു ആസ്വദിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ജനങ്ങളുടെ മഹബത്ത് നമ്മുടെ കുടുംബത്തിൽ നാരിയ സ്വലാത്ത് ഹൃദ്യമായി, ഇതൊക്കെ ഇഖ്ലാസോടെ ചൊല്ലിയാലാട്ടോ അതൊരു ഗുണം കിട്ടുക. മുത്ത് ഹബീബിനെ അതിരറ്റ് പ്രണയിച്ചുകൊണ്ട് ചൊല്ലണം. ഇതൊക്കെ ആ പ്രണയത്തിൽ ഹബീബായ തങ്ങളോട് ഇഴുകിച്ചേർന്നു കൊണ്ടുള്ളൊരു സ്വലാത്ത്. അല്ലാതെ വെറുതെ ഇങ്ങനെ വായ കൊണ്ട് നമ്മൾ ബിരിയാണി വെച്ചിട്ട് കാര്യമില്ല. ബിരിയാണി കഴിക്കണം അല്ലേ? ബിരിയാണി എന്ന് പറഞ്ഞതുകൊണ്ട് ടേസ്റ്റ് കിട്ടൂല. ബിരിയാണി കഴിക്കുമ്പോഴാണ് അതിൻ്റെ രുചി നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പ്രത്യേകമായ കാവൽ ഇത് പതിവാക്കുന്നവർക്ക് നൽകുമെന്ന് അയിമ്മച്ചികൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ സാധ്യമാക്കുന്ന സ്വലാത്താണ് സ്വലാത്തുന്നാരിയ.
നമുക്കൊരു 11 തവണ ചൊല്ലിയാലോ? നമ്മുടെ കൽബിൽ ഒരുപാട് മുറാദുകളുണ്ട് അല്ലേ? ഒരുപാട് പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളൊക്കെ ഈ സദസ്സിൻ്റെ വറക്കത്ത് കൊണ്ട് മാറിപ്പോണം. വേണ്ടേ? വേണ്ടേ? ഈ ഒരു സദസ്സിലിരിക്കുന്ന ആൾക്കാരുടെ കൽബിലൊക്കെ എത്രയോ സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങൾ ഇവിടെ തീരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒരു 11 പ്രാവശ്യം ചൊല്ലിയിട്ട് അല്പം ബൈത്ത് മുത്തുനബിയെ മദഹ് ചെയ്ത് നമുക്ക് ചൊല്ലണം. കാരണം വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ചയുടെ പകലുമാണ് വരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ നേരിട്ട് വീക്ഷിക്കുന്ന മനോഹരമായ ദിനരാത്രങ്ങളിൽ അത് ചൊല്ലിയാൽ നമ്മളെക്കാൾ വലിയ ഭാഗ്യവാന്മാരാരാണ്? അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിലേക്ക് ഒരുപാട് ആളുകൾ, പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകളിലേക്ക് ഹദിയകൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടെയാണല്ലോ. ആ ഹദിയകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹദിയകൾ ചെയ്തവരുടെ കണ്ണുനീർ അള്ളാഹു തുടച്ചു നൽകുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പുന്നതിലൂടെ കാരുണ്യവാൻ്റെ കരസ്പർശം ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി. ഇൻഷാ അല്ലാഹ് അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന മനോഹരമായ കാര്യമാണ് സ്വലാത്ത്. ഒരു 11 തവണ മനസ്സറിഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل
معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل وسلم عليه. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയത്, പ്രത്യേകിച്ച് സ്വലാത്തുൻ നാരിയ ചൊല്ലിയത് ഏത് ലക്ഷ്യത്തിലാണോ ആ ലക്ഷ്യം അള്ളാഹു ഹാസുലാക്കി തരട്ടെ, ആ മുറാദ് അള്ളാഹു ഹാസുലാക്കി തരട്ടെ. നമുക്ക് മുത്തുനബി തങ്ങളുടെ അല്പം മദ്ഹ് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് ദ്വാരക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الله 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 عليه توكلوا. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الله 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 الله
അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സഫാ മൻ ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الله 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 عليه توكلوا إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الحمد لله അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയത്തുകൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കമന്റ്സിൽ എത്രയോ സങ്കടങ്ങളാണ്. മാരക രോഗങ്ങൾ പിടിപെട്ടവർ, പ്രവാസ ലോകത്ത് ജയിലിലായവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഇഖാമ ശരിയാകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ജീവിതത്തിൻ്റെ പല മേഖലകൾ കടം കൊണ്ട് വലയുന്നവർ, മക്കളില്ലാത്തവർ, ഗർഭിണിയായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, എല്ലാവർക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഈ സദസ്സ്, അവനെ ഹംദ് പറയുന്ന ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ചെറിയൊരു ദുആ, എല്ലാ ദിവസവും നമ്മൾ ദ്വാരക്കല്ലേ, ചെറിയൊരു ദുആ വെള്ളിയാഴ്ച രാവിലെ, രാവും പകലും ഒക്കെ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുടേത് വലിയ മഹത്വമുള്ളതല്ലേ. ഖൽബറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിനക്ക് ഹംദ് പറഞ്ഞു തുടങ്ങിയതാണല്ലോ അല്ലാഹ്. ഹംദ് പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, പ്രതിസന്ധികളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. നിന്റെ പരീക്ഷണങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ താങ്ങാനുള്ള കഴിവില്ല അല്ലാഹ്.
നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള കഴിവില്ല അല്ലാ. ചേർത്തു പിടിക്കണേ അല്ലാ, കൈവെടിയല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിരറ്റ മഹബ്ബത്ത് നൽകണേ അല്ലാ. അതിരറ്റ മഹബ്ബത്ത് നൽകണേ അല്ലാ. അവിടത്തോടുള്ള പ്രണയം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ സന്താനങ്ങളെക്കാൾ സർവസ്വത്തേക്കാൾ ഞങ്ങളെക്കാളേറെ ഹബീബായ തങ്ങളെ പ്രണയിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ, ശോഭനമായ ഭാവി നൽകണേ അല്ലാ. മാതാപിതാക്കളുടെ ഗുരുത്വമുള്ള മക്കളാക്കണേ അല്ലാ. യാ റബ്ബന, സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ തമ്പുരാനെ. എത്രയെത്ര അസുഖബാധിതരാണ്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ആജിലായ ശമനം നൽകണേ അല്ലാ. മാറാരോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. സ്വലാത്തുന്നാരിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. നീ ഹാസുലാക്കണേ അല്ലാ. സങ്കടങ്ങൾ എത്ര വലുതാണെങ്കിലും അകറ്റണേ അല്ലാ. ടെൻഷൻ ഫ്രീ ആയ ഖൽബ് നൽകണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരാണ്, ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവരുണ്ട്, സൗഖ്യം നൽകണേ അല്ലാ. മാറാരോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാദികൾ, ഞങ്ങൾ തന്നെയും അസുഖബാധിതരാണ്, ശിഫ നൽകണേ അല്ലാ. ഖൽബിയായ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. യാ റബ്ബനാ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. പ്രവാസ ലോകത്ത് ജയിലിൽ പെട്ടുപോയ സഹോദരങ്ങളുണ്ട്, നീ എളുപ്പത്തിൽ മോചനം നൽകണേ അല്ലാ. വീട് ജപ്തിയുടെ വക്കിലാണെന്ന് പറഞ്ഞവരുണ്ട്, നീ അവരെ ചേർത്ത് പിടിക്കണേ അല്ലാ. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ ഖജനാവ് എത്ര വിശാലമാണ് തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. വീട് നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം കൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. യാ റബ്ബന, ഈ സദസ്സിലേക്ക് ഹദിയ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ തമ്പുരാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. എന്ത് മുറാദാണോ കൽബിലുള്ളത് സാക്ഷാത്കരിക്കണേ അല്ലാ. പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട്, നീ ഉന്നത വിജയം നൽകണേ അല്ലാ. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ, PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, കീമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, അങ്ങനെ തുടങ്ങി കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ആരെല്ലാം എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടോ, നീ എല്ലാത്തിലും ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കണേയല്ല. ഇണകളെ നന്നാക്കണേയല്ല. സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാക്കണേയല്ല. മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേയല്ല. യാ റബ്ബനാ, മരിക്കുന്നതിന് മുൻപ് നിന്റെ കഅബാലയം തവാഫ് ചെയ്യാൻ ആരംഭപ്പൂവിന്റെ സന്നിധിയിൽ വന്ന് നിന്ന് ഖൽബ് പൊട്ടിയിട്ട് അവിടത്തേക്ക് സലാം പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സഹോദരങ്ങൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് ഖബറിലാണ് അല്ലാ. മഗ്ഫിറത്തേകണേ അല്ലാ, പ്രകാശപൂരിതമാക്കണേ അല്ലാ, ഖബറിടം വിശാലമാക്കണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, ഖൈബാക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
കൃത്യം 6 മണിക്ക് സ്വബാഹുൽ ഖൈറുണ്ട്, നഷ്ടപ്പെടുത്തരുത്. നാളെ വെള്ളിയാഴ്ച രാവിലെയുള്ള മജ്‌ലിസാണ്, നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കാത്തവരായിട്ട് ആരും ഉണ്ടാകരുത് കേട്ടോ. നമ്മുടെ ജീവിതം ഹംദുമായി കണക്റ്റഡ് ആണ്, രാവിലെയും രാത്രിയും ഒക്കെ അല്ലേ. അങ്ങനെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകണം. അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീഖ് നൽകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.